ആദിരാത്രി മമ്മൂട്ടിയുടെ ഡയറക്റ്റ് OTT ചിത്രം പുഴു ഒരുക്കിയ സംവിധായിക റത്തീനയുടെ അടുത്ത സിനിമയാണ് പാതിരാത്രി. നവ്യ നായരും സൗബിൻ ഷാഹിറും ലീഡ് റോളുകളിൽ എത്തിയിരിക്കുന്ന പാതിരാത്രി 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ത്രില്ലർ മൂഡ് പടമാണ്. ത്രില്ലർ പടമാണെങ്കിൽ കൂടിയും ചിത്രത്തിന് ശക്തമായ ഒരു ഇമോഷണൽ വശം കൂടിയുണ്ട്. ഈയിടെ വന്ന റോന്ത്, കുറച്ചുകാലം മുൻപ് വന്ന നായാട്ട് തുടങ്ങിയ ചിത്രങ്ങളുടെ ഒരു സ്ട്രക്ചർ ഈ സിനിമയ്ക്ക് വരുന്നത് പോലീസ് സ്റ്റേഷൻ പശ്ചാത്തലം, പെട്രോളിംഗ് തുടങ്ങിയ ഫാക്ടേഴ്സ് ഉള്ളതിനാലാണ്. ഒരു പ്രത്യേക ദിവസം രാത്രിയിൽ നടക്കുന്ന സംഭവത്തിൽ സൗബിൻ്റെ ഡ്രൈവർ കഥാപാത്രവും നവ്യ നായരുടെ ഓഫീസർ കഥാപാത്രവും അറിയാതെ ഇൻവോൾവ്ഡ് ആവുന്നതും അത് അവരെ നെഗറ്റീവായി ബാധിക്കുമ്പോൾ ഇരുവരും ചേർന്ന് സമാന്തരമായി ഒരു അന്വേഷണം നടത്തുന്നതും ഒക്കെയാണ് കഥയുടെ മുൻപോട്ടുള്ള പോക്കിൽ വരുന്നത്. ഓരോ പോലീസ് ഓഫീസർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ലൈഫിലെ പ്രധാന പ്രശ്നങ്ങളും സിനിമയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. നവ്യ നായരുടെ ജാൻസി എന്ന കഥാപാത്രത്തെ അവർ ഒതുക്കത്തോടെ തന്നെ ചെയ്തു ഫലിപ്പിച്ചു. സൗബിനും തൻ്റെ റോൾ ത്രൂ ഔട്ടായി ഭംഗിയാക്കി ചെയ്തു. നവ്യ നായരുടെ ഹസ്ബൻഡായി വന്ന ശബരീഷ് വർമ്മയും മികച്ചതായിരുന്നു. സീനിയറായുള്ള ഒരു പോലീസുകാരനായി അഭിനയിച്ച ഹരിശ്രീ അശോകനും അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി മാറ്റിപ്പിടിച്ചു. ആ റോളും മികച്ചതായിരുന്നു. ആൻ അഗസ്റ്റിനും ഒരു പ്രധാന വേഷത്തിൽ പടത്തിൽ ഉണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആൻ അഗസ്റ്റിനും ഒരു ത്രൂ ഔട്ട് റോളിൽ അഭിനയിച്ചിരിക്കുന്നു. സണ്ണി വെയിൻ ആണ് അടുത്ത മെയിൻ വേഷം പാതിരാത്രിയിൽ ചെയ്തിരിക്കുന്നത്. അല്പം നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന വേഷം പുള്ളിയും നന്നായി ചെയ്തു. ഇന്ദ്രൻസും സോഹൻ സീൻലാലും ഒക്കെ ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ വരുന്നുണ്ട്. ആത്മീയയും പാതിരാത്രിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് വേഷത്തിൽ എത്തിയിട്ടുണ്ട്. അവരും ഓർമ്മിക്കത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചു. ജെയ്ക്സ് വിജോയുടെ സംഗീതവും ചിത്രത്തെ പലയിടങ്ങളിലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസുകാരുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന റിസ്ക് എലമെൻസും മറ്റും ചിത്രത്തിൽ ചെറുതായി സൂചിപ്പിച്ചു പോകുന്നു. മറ്റു ഗവൺമെൻറ് സർവീസുകളുമായി പോലീസുകാർ ഇടപെടുന്ന രീതികളും തിരിച്ചുള്ള പെരുമാറ്റങ്ങളും അവിടെ ഇവിടെയായി പടത്തിലുണ്ട്. നവ്യ നായരുടെ പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിലെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഒരു വനിതാ SI ജോലിയുടെ ഭാഗമായി കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ ഉള്ള വഴികളും വ്യക്തിജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും മറ്റു ഉദ്യോഗസ്ഥരുമായുള്ള ഈഗോ ഇഷ്യൂകളും ഒക്കെ തന്നെ നവ്യ നായർ സിമ്പിളായി സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിച്ചതായി തോന്നി. സൗബിൻ ഷാഹിറും നവ്യ നായരുടെ വേഷത്തിന് സപ്പോർട്ടായി അദ്ദേഹത്തിൻ്റെ വേഷം മുഴുനീളം കൈകാര്യം ചെയ്തു. മൊത്തത്തിൽ പാതിരാത്രിയെ നോക്കിയാൽ ഒരു കുടുംബ മൂടുള്ളതും ദൈർഘ്യം കുറഞ്ഞതുമായ ത്രില്ലർ സ്വഭാവമുള്ളതും ചെറിയ നല്ല പടമാണ് പാതിരാത്രി. ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു നല്ല ചിത്രമാണ്. സാറ്റിസ്ഫൈഡ് ആണ്, എൻജോയ് ചെയ്തു. മിതത്വത്തോടെ മേക്ക് ചെയ്തിരിക്കുന്ന നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ചിത്രം.